അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ശക്തമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സഹിക്കാൻ പറ്റാത്ത ചൂട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചൂട്ടത്ത് ഇറങ്ങി ആ ചൂട് സഹിക്കാൻ പറ്റാത്താകുമ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ, സാധാരണ വെള്ളം കുടിക്കാനൊക്കെ വളരെ ആഗ്രഹിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വീടുകളിലേക്കോ മറ്റു കടകളിലേക്കൊക്കെ കയറി ചെല്ലുന്നത്. ഡോക്ടർമാരൊക്കെ പറയാണ്, ഈ ചൂട് ശക്തമായ ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ അത് പല രോഗങ്ങൾക്കും കാരണമാകും. ഈ ഒരവസ്ഥയിൽ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയവുമുണ്ട്. കാര്യമറിയാതെ നാം ഒന്നും ചെയ്യരുത്. ചിലപ്പോൾ എന്ത് ചെയ്യും, നായ ആവട്ടെ, പൂച്ചയാവട്ടെ, മറ്റുള്ള ഏത് മിണ്ടാപ്രാണികളാവട്ടെ, അവരൊക്കെയും ചിലപ്പോൾ ഇങ്ങനെ ഭൂമി മണപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ കാണും. ചിലപ്പോൾ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ കണ്ടേക്കാം. ഈ സമയത്ത് അവരെ നമ്മൾ എന്ത് ചെയ്യരുത്, എന്തിനാണ് അവരങ്ങനെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ കണ്ട് അവരെ നമ്മൾ എറിഞ്ഞു പായിക്കുന്ന ഒരു അവസ്ഥ കാണുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു തോട്ടക്കാരൻ ഒരു ചെറിയ കുഞ്ഞു മോനെയും കൂട്ടി വരികയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കുട്ടി എന്റെ ഈത്തപ്പന മരങ്ങളിലേക്ക് കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് എന്റെ പഴം പറക്കി തിന്നുകയാണ്. എന്റെ സമ്മതമില്ലാതെ എന്റെ ഈത്തപ്പന മരങ്ങളിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് ആ ഈത്തപ്പഴങ്ങൾ ഭക്ഷിക്കുന്നതുകൊണ്ട് തങ്ങളെ ഈ കുട്ടിയെ ശിക്ഷിക്കണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം തന്നെ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് മോനെ അങ്ങനെ ചെയ്തത്? ആ കുഞ്ഞുമോൻ പറഞ്ഞത്, വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്, വിശപ്പ് കാരണമാണ് ഞാനത് ചെയ്തത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെയ്ത പ്രവൃത്തിയിലൂടെ നമുക്ക് തരുന്ന പാഠം, കാര്യമറിയാതെ നാം ആരോടും ഒരു നിലക്കും പ്രതികരിക്കരുത്. അത് ഏത് വിഷയമായാലും, ഏത് ജീവികളോടാണെങ്കിലും. വിശന്ന് വലഞ്ഞിട്ടായിരിക്കാം, ദാഹിച്ചിട്ടായിരിക്കാം ഈ പറയപ്പെടുന്ന മിണ്ടാപ്രാണികൾ മണ്ണ് മണപ്പിച്ച് നടക്കുന്നത്. ഈ സമയത്ത് നമ്മളതിനെ അട്ടിയോടിക്കുമ്പോ, കല്ലെടുത്തെറിയുമ്പോ ആ ജീവിക്കുണ്ടാകുന്ന പ്രയാസം. പ്രിയപ്പെട്ടവരെ, നമുക്കിതിൽ നിന്ന് മാറിയൊന്ന് ചിന്തിക്കാം. ഈ ചൂടുകാലത്ത് നമ്മുടെ വീട്ടിന്റെ പുറത്ത്, നമ്മുടെ സ്ഥാപനങ്ങളുടെ പുറത്ത്, നമ്മുടെ ഷോപ്പുകളുടെ പുറത്ത് ഒരു ചെറിയ പാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ചുകൊണ്ട് മിണ്ടാപ്രാണികളുടെ ദാഹമകറ്റാൻ വേണ്ടി നമുക്കൊരു കാരണമായി പ്രവർത്തിക്കാം. നമുക്കൊന്ന് പ്രയത്നിക്കാം. അത്തരത്തിലുള്ള നന്മയായ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ വലിയ പ്രതിഫലമുള്ളതാണ്. നമുക്ക് നന്മയുള്ളവരാവാം. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ നമുക്ക് ശ്രമിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.